മാതൃഭൂമി ന്യൂസ് ഒരു തെളിവ് കൂടി സമർപ്പിക്കുകയാണ്. 2019 കൊടുത്തുവിട്ടത് ചെമ്പുപാളിയല്ല സ്വർണമായിരുന്നുവെന്ന് അന്നത്തെ പ്രസിഡന്റ് പത്മകുമാറിന് അറിയാമായിരുന്നു എന്നതിന്റെ തെളിവാണിത്. സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക ശില്പത്തിന് മുന്നിൽ പത്മകുമാർ തൊഴുതു നിൽക്കുകയാണ്. ഇതാണ് ആ ദൃശ്യം. ഈ സത്യത്തെ എത്രമാത്രം മറയ്ക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിന് പുറത്തു വന്നേ മതിയാകൂ. പ്രത്യേകിച്ചും അയ്യപ്പനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ അയ്യപ്പൻ അതിന് വഴികാട്ടുമെന്ന് വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നു. ഇതിപ്പോൾ ഈ ചിത്രം എന്നത്തേതാണ്? അദ്ദേഹം പറഞ്ഞത് ഇത് ചെമ്പായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വർണം പൂശിയല്ലോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യം എന്നൊക്കെ പറഞ്ഞ പ്രതികരണം നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട്. 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടത് പൊതിഞ്ഞ സ്വർണ്ണപാളിയല്ല, അത് ചെമ്പുപാളിയായിരുന്നുവെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറാണ്. അദ്ദേഹമാണ് ചെമ്പുപാളി സ്വർണം പൂശാൻ കൊടുത്തുവിടുന്നു എന്നും പറഞ്ഞത്. ഇതെല്ലാം 2019 ജൂലൈയിലാണ്. ആ പത്മകുമാർ അറിയാൻ വേണ്ടി ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കൂടി വന്നല്ലോ, ഹൈക്കോടതി തീരുമാനിച്ചല്ലോ. ആ സ്പെഷ്യൽ ടീമിന്റെ മുന്നിലേക്ക് മാതൃഭൂമി ന്യൂസ് ഒരു തെളിവ് കൂടി തരികയാണ്. മാത്രമല്ല, പത്മകുമാർ അറിയാൻ കൂടിയാണ് ഈ ചിത്രം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അങ്ങേക്കും അറിയാമായിരുന്നു ആ 2019 ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നത് സ്വർണ്ണ കവചമാണെന്ന്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് ഈ ചിത്രം നിഷേധിക്കാൻ കഴിയില്ല. ഇത് 2019 മാർച്ച് 25 ശബരിമല സന്നിധാനത്ത് നിന്ന് എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിൽ ഈ നിൽക്കുന്നത്, ഈ ഒരു പാത്രവുമായി നിൽക്കുന്നത് പത്മകുമാർ അല്ല എന്ന് അദ്ദേഹം നിഷേധിക്കുമോ? ഇത് തന്ത്രി മഹേഷാണ്. തൊട്ട് താഴെ പ്രസാദം വാങ്ങിച്ചുകൊണ്ട് പത്മകുമാർ നിൽക്കുന്നു. ഈ ചിത്രത്തിൽ സന്നിധാനത്ത് അയ്യപ്പ വിഗ്രഹത്തെ നോക്കി, ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കി തൊഴുതു നിൽക്കുന്ന പത്മകുമാർ. ഇത് മൂന്നും ഒറ്റ ദിവസം എടുത്ത ചിത്രമാണ്. ഈ ചിത്രത്തിലെല്ലാം വ്യക്തമായി കാണാം സൈഡിൽ ദ്വാരപാലക ശില്പങ്ങൾ. തനി തങ്കത്തിന്റെ കവചമണിഞ്ഞ് സ്വർണ്ണ ശോഭയോടെ നിൽക്കുന്ന ഈ ദ്വാരപാലക ശില്പങ്ങൾക്ക് മുന്നിൽ നിന്ന് തൊഴുന്ന 2019 മാർച്ചിൽ തൊഴുന്ന ഈ പത്മകുമാർ ആണ് പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ജൂലൈയിൽ അത് ചെമ്പ് കവചമാണ് എന്ന് എഴുതി കൊടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ പത്മകുമാറിന് അറിയില്ലായിരുന്നോ അത് സ്വർണ്ണ കവചമായിരുന്നു? ഈ സ്വർണ്ണ കവചം ദേവസ്വം മന്ത്രി പറഞ്ഞ കാര്യവും അന്നൊരു പിഴവുണ്ടായെന്നാണ്. ആ പിഴവുണ്ടായി എന്ന് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് പത്മകുമാറിനെയാണ്. ഇപ്പൊ തൊട്ടുമുമ്പ് പത്മകുമാറിന്റെ പ്രതികരണം തേടുമ്പോൾ അദ്ദേഹം പറഞ്ഞ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിലെല്ലാം തെളിയുമെന്നല്ല. അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത്. ഈ സ്വർണം എങ്ങനെ ചെമ്പായി എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടവൻ പത്മകുമാർ കൂടിയാണ്. തീർച്ചയായിട്ടും പത്മകുമാർ അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്കാണ് വിജിലൻസും എത്തി നിൽക്കുന്നത്. മാതൃഭൂമി ന്യൂസും അത് തന്നെയാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കൺവട്ടത്ത് തന്നെ സ്വർണ്ണ കവചമണിഞ്ഞ ദ്വാരപാലക ശില്പങ്ങൾ, അതിന് മുന്നിൽ അദ്ദേഹം നിൽക്കുകയാണ്. ആ ചിത്രങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരുപാട് ചിത്രങ്ങൾ പുറത്തുവിട്ടു. പക്ഷെ പത്മകുമാർ തന്നെ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ, സ്വർണ്ണ കവചമണിഞ്ഞ ദ്വാരപാലക ശില്പങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ചിത്രം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പുറത്തു വരുന്നത്.